ആര് കൈവടിഞ്ഞാലും റബ്ബന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് നിരാശപ്പെടേണ്ടതില്ലെന്ന ശക്തമായ ഗുണപാഠം ആ തവക്കുലുകളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നോമന പുത്രനായ കൈക്കുഞ്ഞിനെയും തന്റെ ഇണയായ ഹാജറയെയും മക്കായിലെ ഊഷരഭൂമിയിൽ ആരാരുമില്ലാത്ത പ്രദേശത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളവും അല്പം ഈത്തപ്പഴവും മാത്രം വെച്ചുകൊടുത്തുകൊണ്ട് അവിടെ പാർപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി അങ്ങ് പോവുകയാണോ? ആരാണിവിടെ ഞങ്ങൾക്ക് കൂട്ടിനുള്ളത്? മറുപടി വളരെ വ്യക്തമായിരുന്നു. ഒന്നും മിണ്ടിയില്ല, മൗനത്തിലായിരുന്നു മറുപടി. വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ കൂടെ ബീവി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ആ അല്ലാഹു അമറക ബിഹാദാ, അല്ലയാണോ താങ്കളോട് ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോകണം എന്നുള്ള കൽപ്പന അല്ലയാണോ അങ്ങയോട് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ. എങ്കിൽ ഹാജറ ബീവിയുടെ ഉമ്മയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇദൻ ലാ യുളയ്യിഉന, എങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോളൂ. ആ അല്ലാഹു ഞങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല. ആ അല്ലാഹു ഞങ്ങളെ ഒരിക്കലും വഴിയാധാരമാക്കി കളയുകയില്ല. നോക്കൂ സഹോദരിമാരെ, ആ ഉമ്മയുടെ ദൃഢമായ തവക്കുൽ, ആ പിതാവിന്റെ ദൃഢമായ തവക്കുൽ. റബ്ബുണ്ട്, റബ്ബ് കൽപ്പിച്ചത് ചെയ്തതിന്റെ പേരിൽ നമുക്ക് എവിടെയും പരാജയമുണ്ടാവില്ല. റബ്ബിന്റെ കൽപ്പനകളെ അനുസരിച്ചതിന്റെ പേരിൽ നമ്മൾ വഴിയാധാരമാവുകയില്ല. റബ്ബിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിച്ചു എന്നതിന്റെ പേരിൽ ആർക്കൊക്കെ അതൊക്കെ എത്ര വെറുപ്പാണെങ്കിലും, ആർക്കൊക്കെ അതൊക്കെ ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന ദൃഢമായ തവക്കുൽ. ലോകം മുഴുവൻ നമ്മെ കൈവടിഞ്ഞാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് രക്ഷയുണ്ടെന്നും, അതല്ല ലോകം മുഴുവനെയും നമ്മൾ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ പരാജയമായിരിക്കുമെന്ന ശക്തമായ ഗുണപാഠം ഈ മഹാന്മാരുടെ ചരിത്രത്തിലൂടെ ഈ ഈദുൽ അദ്ഹായുടെ സുദിനത്തിൽ ഇവിടെ കൂടിയ ഞാനും നിങ്ങളും വളരെ ശക്തമായ നിലക്ക് നെഞ്ചേറ്റേണ്ടതുണ്ട്.